പരസ്പരം സ്നേഹിക്കുന്ന ഒരു കുടുംബം കെട്ടിപ്പടുക്കാൻ അമ്മയ്ക്ക് സാധിച്ചിട്ടുണ്ട്. ഇടയിലൊരു വീഴ്ച വന്നാലും ഈ കുടുംബം ഇങ്ങനെ തന്നെ നിലനിൽക്കണം. അതിന് ഒരു മാറ്റം വരാൻ പാടില്ല. ഇപ്പോ ഞാനീ പറയുന്നത് നിങ്ങൾ ആരും നിഷേധിക്കരുത്. പരമേശ്വര, വരുൺ, ദൈവത്തിന്റെ സ്ഥാനത്താ ഇപ്പോ ശ്യാമയുടെ ഈ വരവ്. ശ്യാമ വച്ച് നീട്ടുന്നത് ഒരു സഹായമായിട്ടെങ്കിലും സ്വീകരിക്കുന്നത് നല്ലതാണെന്നാ എനിക്ക് തോന്നുന്നത്. അതെ പരമേശ്വരേട്ടാ, കടമായിട്ട് കണ്ട് നമ്മളെല്ലാം തിരിച്ചു പിടിക്കുമ്പോ വേണമെങ്കിൽ അത് വീട്ടുകയും ചെയ്യാലോ. അയ്യോ, കടമയായിട്ടൊന്നും കാണണ്ട. ഇത് വരുണിന് രാധയ്ക്കുള്ളതാ. ഇത് അവരുടെ സമ്പത്താ. ശ്യാമയ്ക്ക് വലിയൊരു മനസ്സുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ കഴിയുന്നത്. ഈ കുടുംബം എന്നെന്നും നന്ദിയോടെ ആയിരിക്കും ശ്യാമയെ ഓർക്കുക. എന്നെ ഇങ്ങനെ വേർപിരിക്കണ്ട. ഞാൻ പറഞ്ഞല്ലോ, ഞാനും ഈ കുടുംബത്തിലെ അംഗമാണെന്ന്. ആ, എന്നാ ഞാൻ ഇറങ്ങാം. ശരി, ഇറങ്ങട്ടെ പത്മിനി. വരുൺ, ഇനി അഭിമാന പ്രശ്നമെന്ന് പറഞ്ഞതിന്ന് പിന്മാറരുത് കേട്ടോ. മാഡം, എനിക്ക് സന്തോഷമേ ഉള്ളൂ. എല്ലാ സമ്പത്തും നിങ്ങളുടെ പേരിലാക്കാനുള്ള നടപടികളൊക്കെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുക. അഡ്വക്കേറ്റിനെ വിളിച്ച് ഞാനതൊന്ന് സ്പീഡപ്പ് ആക്കാൻ പറയാം. അത് കഴിഞ്ഞ് നിങ്ങളത് വിൽക്കോ പണയം വയ്ക്കോ എന്താന്ന് വെച്ചാൽ ചെയ്തോ. ഈ കണിമംഗലം പഴയ കണിമംഗലമായിട്ട് തന്നെ നിൽക്കണം. കേട്ടല്ലോ? ഞാൻ എന്താ ഇപ്പം മാഡത്തിനോട് പറയാ? ഒരു കാര്യം ചെയ്യേ, പറയാനുള്ളത് മുഴുവൻ ദാ ഇവളോട് പറഞ്ഞേക്കാം. അമ്മ ഇറങ്ങട്ടെ മോളെ.